എല്ലാവർക്കും നമസ്കാരം. 9ാം ക്ലാസ്സിലെ ബയോളജിയുടെ 4ാമത്തെ ചാപ്റ്ററായ ബിഹൈൻഡ് മൂവ്മെൻറ്റ്സിൻ്റെ അടുത്ത പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. പേജ് നമ്പർ 101, ജോയിൻസ്. The bones are connected to each other by joints. Connecting the bones in this way makes movement easier. The skeletal joints have some peculiarities. Analyze the illustration 4.9 and the given hints. Prepare a note on the structure of a joint. നമ്മുടെ ബോൺസുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ജോയിൻസ് മുഖേനയാണ്. ഇങ്ങനെ ജോയിൻസ് മുഖേന കണക്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ അസ്ഥികൾക്ക് നല്ല രീതിയിൽ, ബോൺസിന് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് ഈസിയർ ആകാൻ സാധിക്കുന്നത്. നമ്മുടെ ഈ സ്കെലിറ്റൽ ജോയിൻസിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ രീതിയിൽ നല്ല രീതിയിൽ മൂവ്മെൻറ്റ്സ് നടക്കാൻ വേണ്ടി നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ എത്ര തരം ചലനങ്ങളാണ് ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈസി ആയിട്ടുള്ള രീതിയിൽ ഈ ചലനങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ സ്കെലിറ്റൽ ജോയിൻറ്റിന് ചില പ്രത്യേകതകളുണ്ട്. നമുക്കപ്പം സ്ട്രക്ചർ ഓഫ് ജോയിൻസ് നോക്കാം. അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ പാർട്സും അതിൻ്റെ ഫങ്ഷൻസും നമുക്കൊന്ന് പരിചയപ്പെടാം. സ്ട്രക്ചർ ഓഫ് എ ജോയിൻറ്റ്. അപ്പോൾ ജോയിൻറ്റ് സ്ട്രക്ചർ ഒന്ന് നോക്കി, ഏതൊക്കെ പാർട്സ് ആണുള്ളത്? ലിഗമെൻറ്റ്, ക്യാപ്സ്യൂള്, കാർട്ടിലേജ്, സൈനോവിയൽ മെംബ്രെയിന്, സൈനോവിയൽ ഫ്ലൂയിഡ്, ബോണ്. അപ്പോൾ നമ്മുടെ ബോണിൻ്റെ സ്ട്രക്ചറാണ്, ജോയിൻറ്റിൻ്റെ സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ആരൊക്കെ? രണ്ട് ബോണുകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് ഒരു ജോയിൻറ്റ് കാണപ്പെടുന്നതെന്നും ആ ഭാഗത്ത് കാണപ്പെടുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് കാണപ്പെടുന്നതെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ലിഗമെൻറ്റ്സ്. Ligaments are found connecting two bones. The capsule seen inside this helps in the smooth movement of bones. രണ്ട് ബോണുകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന കാണപ്പെടുന്ന പോർഷന് പറയുന്ന പേരാണ് ലിഗമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ടാണ് ക്യാപ്സ്യൂൾ കാണപ്പെടുന്നത്. കണ്ടല്ലോ ക്യാപ്സ്യൂളിൻ്റെ പിക്ചർ, ക്യാപ്സ്യൂൾ കാണപ്പെടുന്നത്. ഇത് എന്തിനാണ് സഹായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോണുകളുടെ ഈസി ആയിട്ടുള്ള അല്ലെ സ്മൂത്ത് ആയിട്ടുള്ള മൂവ്മെൻറ്റിനാണ് ഈ ലിഗമെൻറ്റും ക്യാപ്സ്യൂളും ഉണ്ടല്ലോ, ക്യാപ്സ്യൂൾ ഈസി ആയിട്ട് അത് മൂവ് ചെയ്യാൻ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, ലിഗമെൻറ്റ്സ് ആൻഡ് ക്യാപ്സ്യൂളും അതിൻ്റെ ഫങ്ഷനും. നെക്സ്റ്റ് വൺ ഈസ് കാർട്ടിലേജ്. കാർട്ടിലേജ് ഈസ് ഫൗണ്ട് കവറിങ് ദ ടിപ്പ് ഓഫ് ഈച്ച് ബോൺ. ദിസ് റെഡ്യൂസസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദി ബോൺസ്. ഇപ്പോൾ കാർട്ടിലേജ് എന്ന് പറഞ്ഞത് അതിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന, അതായത് നമ്മൾ നേരത്തെ കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്ഥി എന്തുവാണെന്ന് പറഞ്ഞായിരുന്നു. ബോണിൻ്റെ അഗ്രഭാഗത്ത് കാണപ്പെടുന്നതാണ് കാർട്ടിലേജ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിരുന്നു. അതെ, ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ബോണുകളെ പൊതിഞ്ഞുകൊണ്ട് കാണപ്പെടുന്ന അതിൻ്റെ അഗ്രഭാഗത്ത് ടിപ്പിൽ കാണപ്പെടുന്നതാണ് കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്ഥി എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിക്ഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു. അതെ, ബോണുകൾ എപ്പോഴും നമുക്ക് ഈ മൂവ്മെൻറ്റ് നടക്കുമ്പോൾ ആ രണ്ട് ബോണുകൾ തമ്മിൽ എപ്പോഴും ഉരസാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉരസി അവിടെ തേയ്മാനം സംഭവിച്ചു പോകുമല്ലോ. അങ്ങനെ ആ തേയ്മാനം അല്ലെങ്കിൽ ഫ്രിക്ഷൻ സംഭവിച്ച് അവിടെ തേയ്മാനം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കാർട്ടിലേജ് സഹായിക്കുന്നുണ്ട്. എന്തിനു സഹായിക്കുന്നു? ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. നെക്സ്റ്റ് ഈസ് സൈനോവിയൽ ഫ്ലൂയിഡ്. is the fluid present between the two bones of a joint. This also reduces friction between the bones. അപ്പോൾ ഈ സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞത് ഒരു ഫ്ലൂയിഡാണ്. അത് ഈ രണ്ട് ബോണുകളുടെയും ഇടയിലായിട്ട് കാണപ്പെടുന്ന ജോയിൻ്റ് ഇടയിലായിട്ട് വെച്ചാൽ ആ ജോയിൻറ്റിൻ്റെ ഇടയിലുള്ള ആ പോർഷൻ ഉണ്ടല്ലോ, അവിടെയാണ് സൈനോവിയൽ എന്ന് പറയുന്ന ഫ്ലൂയിഡ് കാണപ്പെടുന്നത്. ആ സൈനോവിയൽ ഫ്ലൂയിഡും ഇതേപോലെ തന്നെ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനാണ് സഹായിക്കുന്നത്. നമുക്കറിയാം, നമ്മളാണെങ്കിൽ ഏതെങ്കിലും ഒരു മെഷീൻ പാർട്ടിൻ്റെയോ അല്ലെങ്കിൽ ഇപ്പം ഒരു മെഷീൻ, അല്ലെങ്കിൽ തയ്യൽ മെഷീൻ പോലുള്ള ഒരു മെഷീനോ അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടികളുടെയൊക്കെ ഇടയിൽ ഗ്രീസോ ഓയിലും ഒക്കെ നമ്മൾ ഒഴിക്കാറുണ്ട് അതിൻ്റെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കൊച്ചു ക്ലാസ്സുകളിലും അതിനെക്കുറിച്ചുള്ള പഠിച്ചതാണ്. ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൂബ്രിക്കൻസ് അല്ലെങ്കിൽ ഓയിലുകളൊക്കെ ഉപയോഗിക്കാറുണ്ടെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ ഈ സൈനോവിയൽ ഫ്ലൂയിഡ് ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എങ്ങനെ? ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ദ്രാവകമായിട്ടാണ് സൈനോവിയൽ ഫ്ലൂയിഡ് കാണപ്പെടുന്നത്. ഇതെവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ ലിഗമെൻറ്റിൻ്റെ ഉള്ളിലായിട്ട് രണ്ട് ജോയിൻറ്റിൻ്റെ ഇടയിൽ ആ രണ്ട് ബോണുകൾക്കും ഇടയിലായിട്ടുള്ള ആ ഒരു പോർഷനിലാണ് ഈ ഫ്ലൂയിഡ് കാണപ്പെടുന്നത്. അടുത്തത് സൈനോവിയൽ ഫ്ലൂയിഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സൈനോവിയൽ സെൽസ് ഓഫ് ദി സൈനോവിയൽ മെംബ്രെയിൻ. ഈ സൈനോവിയൽ ഫ്ലൂയിഡ് എൻ്റെ ഫംഗ്ഷൻ പഠിച്ചു. അതിന് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സൈനോവിയൽ മെംബ്രെയിൻ ഉണ്ട്, അവിടെ സൈനോവിയൽ സെൽസ് കാണപ്പെടുന്നുണ്ട്, സൈനോവിയൽ കോശങ്ങളുണ്ട്. ഈ കോശങ്ങളാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സൈനോവിയൽ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ആവശ്യാനുസരണം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഫ്ലൂയിഡിൻ്റെ അളവ് കുറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ രണ്ട് ജോയിൻറ്റുകൾ തമ്മിൽ ഫ്രിക്ഷൻ നടന്നിട്ട് തേയ്മാനമൊക്കെ ഉണ്ടാകും. നമ്മൾ പറയാറില്ലേ മുട്ടിന് തേയ്മാനമൊക്കെ സംഭവിച്ചെന്ന്. അവിടെ എന്തിൻ്റെ കുറവ് മൂലമാണ്? സൈനോവിയൽ സെൽസ് സൈനോവിയൽ ഫ്ലൂയിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയുമ്പോഴാണ് നമുക്ക് മുട്ടിന് തേയ്മാനമൊക്കെ ഉണ്ടാകുന്നത്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടി ഫ്രിക്ഷൻ ഉണ്ടായിട്ട് തേഞ്ഞു പോവുകയൊക്കെയാണ് ചെയ്യുന്നത്. Are all joints in the body alike? Joints differ according to their function.
യു ഹാവ് സ്റ്റഡിഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻറ്റ്സ് ഇൻ ദി ബോഡി അൺലെസ് ദ ഫിഗർ ഓഫ് ദി ജോയിൻറ്റ്സ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ 4.4. അതെ, ശരീരത്തിലെ എല്ലാ ജോയിൻറ്റുകളും ഒരുപോലെയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോ. ആണോ? അല്ല. അവരുടെ എന്തിനനുസരിച്ച്, ഫങ്ഷൻ അനുസരിച്ച് ഓരോ ജോയിൻറ്റ്സും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എങ്കിലും നമുക്ക് ടേബിൾ 4.4-നകത്ത് ഏതൊക്കെ തരം ജോയിൻറ്റുകളുണ്ട് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. പേജ് നമ്പർ 102-നകത്ത് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻറ്റ്സും അതിൻ്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പെക്യുലാരിറ്റീസും പൊസിഷനും ഒന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ആ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻറ്റ്സ്. ഫസ്റ്റ് വൺ ഈസ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. നമ്മുടെ ഷോൾഡറിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഷോൾഡറിൽ കാണപ്പെടുന്ന ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പെക്യുലാരിറ്റീസ് എന്താണെന്ന് പറയാം. ദ ബോൾ ഷേപ്പ്ഡ് സർഫസ് ഓഫ് വൺ റൗണ്ടഡ് ബോൺ ഫിറ്റ് ഇൻ ടു ദി കപ്പ് ലൈക്ക് എ ഡിപ്രഷൻ ഓഫ് അനദർ ബോണ്. ഇവിടെ നോക്കിയാട്ടെ, ഒരു ബോൾ ഷേപ്പിലുള്ള ഒരു സർഫസ് ആണ്. അത് എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു റൗണ്ട് ബോണാണ്, ബോൾ ഷേപ്പിലാണ്. അത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് കപ്പ് പോലെയുള്ള മറ്റൊരു ബോണിൻ്റെ ഒരു കുഴിഭാഗമുണ്ട്. കപ്പ് പോലെ ഇരിക്കും. അതിനകത്തേക്ക് ഈ ബോൾ പോലുള്ള ഭാഗം ഇറക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? ആ കപ്പിനകത്തിരുന്ന് ഈ ബോൾ ഇങ്ങനെ കറങ്ങിയാണ് നമ്മുടെ ഈ കൈകളുടെ ഷോൾഡറുകൾ പൊക്കാനും താക്കാനും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സിന് നമ്മുടെ ഷോൾഡറിന് സഹായിക്കുന്നത് ഈ രീതിയിലെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ എവിടെയൊക്കെയാണെന്ന് പറയാം. ഷോൾഡർ ജോയിൻറ്റിലും ഇതേപോലെയുള്ള ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. അടുത്തത് ഹിപ്പ് ജോയിൻറ്റ്. അപ്പം പൊസിഷൻ എവിടെയൊക്കെയാണ്? ഷോൾഡർ ജോയിൻ്റ് ആൻഡ് ഹിപ്പ് ജോയിൻറ്റ്. സെക്കൻഡ് വൺ ഈസ് ഹിഞ്ച് ജോയിൻറ്റ് അല്ലെങ്കിൽ വിജാഗിരി സന്ധി എന്ന് പറയും. നമുക്കറിയാം, നമ്മുടെ കതവൊക്കെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നതൊക്കെ വിജാഗിരി അല്ലെങ്കിൽ ഹിഞ്ച് ഉപയോഗിച്ചിട്ടാണെന്ന് അറിയാം. അതായത് അതൊരു വൺ സൈഡിലേക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ? തുറക്കാനും അടയ്ക്കാനും പറ്റുന്നുള്ളൂ, അല്ലേ? അതെ, അത്തരത്തിലുള്ള ജോയിൻറ്റുകൾ നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സവിശേഷത എന്താണ്? ഹിഞ്ച് ജോയിൻറ്റിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ പെക്യുലാരിറ്റീസ് എന്ന് നോക്കാം. ആൻസർ ഈസ് enables movement in one directions alone like a hinge. ഹിഞ്ച് പോലെ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? മൂവ് ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ. അത്തരത്തിലുള്ള ജോയിൻറ്റിനെയാണ് നമ്മൾ ഹിഞ്ച് ജോയിൻ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ദ നീ ആൻഡ് എൽബോ ജോയിൻറ്റ്. നമ്മുടെ കൈമുട്ടിൻ്റെയും കാൽമുട്ടിൻ്റെയും ഒക്കെ ജോയിൻറ്റ്. നമുക്കറിയാം, കൈമുട്ടൊക്കെ നമുക്ക് വൺ സൈഡിലേക്കല്ലേ മടക്കാൻ പറ്റത്തുള്ളൂ. അതിനെ തിരിച്ച് കറക്കി മടക്കാൻ പറ്റത്തില്ലല്ലോ. അത്തരത്തിലുള്ള ജോയിൻറ്റുകളെയാണ് ഹിഞ്ച് ജോയിൻ്റ് എന്ന് പറയുന്നത്. തേർഡ് വൺ ഈസ് പിവറ്റ് ജോയിൻ്റ് അല്ലെങ്കിൽ കീലസന്ധി എന്ന് പറയും. പിവറ്റ് ജോയിൻറ്റിൻ്റെ എന്താണ് പെക്യുലാരിറ്റീസ് എന്ന് നോക്കാം. എനേബിൾസ് മൂവ്മെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ. ഇവിടെ പിവറ്റ് ജോയിൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ജോയിൻ്റാണ് പിവറ്റ് ജോയിൻ്റ് എന്ന് പറഞ്ഞത്. എക്സാമ്പിൾ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ദ പോയിന്റ് വേർ ദ ഫസ്റ്റ് വെർട്ടിബ്ര ജോയിൻസ് ഇൻ ദി സ്കള്ള്. അപ്പം നമ്മുടെ സ്കള്ളിലെ നമ്മുടെ ഫസ്റ്റ് വെർട്ടിബ്രയായിട്ട് ജോയിൻ ചെയ്യുന്ന നമ്മുടെ എന്തിൻ്റെയാണ്? കഴുത്തിൻ്റെ പിൻവശം. അപ്പം നമുക്കറിയാം, നമ്മുടെ കഴുത്ത് ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്? പല സ്ഥലങ്ങളിലേക്ക് നമുക്ക് ചലിപ്പിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അല്ലേ? റൗണ്ടായിട്ട് കറക്കാൻ പറ്റുന്നുണ്ട്, സൈഡിലേക്ക് കറക്കാൻ പറ്റുന്നുണ്ട്, കമഴ്ത്താൻ പറ്റുന്നുണ്ട്, നോക്കാനൊക്കെ നമുക്ക് പറ്റുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റുന്ന ജോയിൻറ്റുകളെയാണ് നമ്മൾ പിവറ്റ് ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എവിടെയാണെന്ന് എഴുതിക്കോളൂ. ദ പോയിന്റ് വേർ ദി ഫസ്റ്റ് വെർട്ടിബ്ര ജോയിൻസ് ദി സ്കള്ള്. തലയോട്ടിയെ നമ്മുടെ വെർട്ടിബ്രയായിട്ട് ജോയിൻ ചെയ്യുന്ന പോർഷൻ. ലാസ്റ്റ് വൺ ഈസ് ഗ്ലൈഡിംഗ് ജോയിൻറ്റ്. അതിൻ്റെ പെക്യുലാരിറ്റീസ്: ബോൺസ് ഗ്ലൈഡ്സ് സ്ലൈറ്റ്ലി ഓവർ ദി ഫ്ലാറ്റ് സർഫസ് ഓഫ് ദി അതർ. ഒരു ഫ്ലാറ്റ് സർഫസിന് മുകളിലായിട്ട് തെന്നി നീങ്ങുന്ന, അതാണ് ഗ്ലൈഡ് ചെയ്തു പോകുന്ന ജോയിൻ്റാണ്. തെന്നി നീങ്ങിയിട്ട് മൂവ്മെൻറ്റ് സഹായിക്കുന്ന ജോയിൻ്റാണ് ഗ്ലൈഡിംഗ് ജോയിൻ്റ് എന്ന് പറഞ്ഞത്. അതിന് എക്സാമ്പിൾ റിസ്റ്റ് ആൻഡ് ആങ്കിൾ. നെക്സ്റ്റ് ബോഡി ഗ്രോത്ത് ആൻഡ് ബോൺ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ ബോഡിയുടെ വളർച്ചയും അതുപോലെ തന്നെ ഈ ബോണിൻ്റെ വികാസവും ഡെവലപ്മെൻറ്റും എങ്ങനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഗ്രോത്ത് ഡ്യൂറിങ് ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദി സ്കെലിറ്റൽ സിസ്റ്റം. നമ്മുടെ ചൈൽഡ്ഹുഡിലെയും അതുപോലെ തന്നെ അഡോളസൻസ് കൗമാര സമയത്തെയും വളർച്ച നമ്മുടെ ഈ സ്കെലിറ്റൽ സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തിനാണ്? ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ സ്കെലിറ്റൽ സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നതെന്ന് തന്നെ പറയാം. It is essential that calcium should deposit in the bones to ensure their hardness and strength. അതെ, ഈ സമയത്താണ് കാൽഷ്യം നല്ല രീതിയിൽ ആവശ്യമുള്ളത്. എന്തിനു വേണ്ടിയിട്ട്? ബോണിന് നല്ല ഹാർഡ്നെസ്സും സ്ട്രെങ്തും ഉണ്ടാകുന്നതിനായിട്ട്.
അപ്പം ഇനി ഫുഡ് റിച്ച് ഇൻ കാൽഷ്യം സച്ച് ആസ് ഡയറി പ്രോഡക്ട്സ്, മിൽക്ക്, യോഗർട്ട്, ബട്ടർ, അതുപോലെ ഫിഷ് ആൻഡ് ലീഫി വെജിറ്റബിൾസ് ഷുഡ് ബി കൺസ്യൂംഡ് ഇൻ അബുണ്ടൻസ് അറ്റ് ദിസ് സ്റ്റേജ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങളായ പാലും പാലുൽപ്പന്നങ്ങളായ നമ്മുടെ തൈര്, വെണ്ണ, അതുപോലെ തന്നെ മത്സ്യങ്ങളും ഇലക്കറികളും ഒക്കെ ഈ പ്രായത്തിൽ ധാരാളം കഴിക്കേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? വിറ്റാമിൻ ഡി ഈസ് നെസസറി ഫോർ ദ അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം, ഫോർ ദ നാച്ചുറൽ പ്രൊഡക്ഷൻ ഓഫ് വിറ്റാമിൻ ഡി ഇൻ ദി സ്കിൻ, എൻഗേജ് ഇൻ ആക്ടിവിറ്റീസ് ദാറ്റ് എക്സ്പോസ് ആ സൺലൈറ്റ്. നമുക്കറിയാം, നമുക്ക് വിറ്റാമിൻ ഡി ആണ് ഇതേ രീതിയിൽ കാൽഷ്യം അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത്. നമുക്ക് നാച്ചുറലായിട്ട് വിറ്റാമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യപ്രകാശത്തെ ഏൽക്കുന്നിടത്ത് നമ്മൾ കളികളിലൊക്കെ ഏർപ്പെടാം. അങ്ങനെ നമുക്ക് വിറ്റാമിൻ ഡി കിട്ടും. അതുപോലെ തന്നെ എഗ്ഗ്, ഫിഷസ് ലൈക്ക് സാർഡൈൻസ്, മാക്രേൽ എക്സെട്ര ആർ റിച്ച് സോഴ്സസ് ഓഫ് വൈറ്റമിൻ ഡി അല്ലെങ്കിൽ വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ നല്ല സോഴ്സ് ഉതകുന്ന കാര്യങ്ങളാണ് മുട്ടയും അതുപോലെ കൊഴുപ്പുള്ള മത്സ്യം, അതായത് നമ്മുടെ മത്തി, അയില, അതാണ് സാർഡൈനും മാക്രലും. ഇതൊക്കെ കഴിക്കാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വിറ്റാമിൻ ഡി നമുക്ക് നല്ലപോലെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ പ്രോട്ടീൻ ഈസ് എസെൻഷ്യൽ ഫോർ ബോൺ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു. മീറ്റ്, ബീൻസ്, പീസ് എക്സെട്ര ക്യാൻ ബി അബുണ്ടൻലി ഇൻക്ലൂഡ് ഇൻ ദ ഡയറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോട്ടീൻ, അതായത് അസ്ഥിയുടെ വികാസത്തിന് ആവശ്യമായ പ്രോട്ടീൻ ആവശ്യമായിട്ടുള്ള ഇറച്ചി, ബീൻസ്, പയർ അങ്ങനെയുള്ളവയും നമ്മുടെ ആഹാരത്തിൽ നല്ല രീതിയിൽ ഉൾപ്പെടുത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആസ് ഏജ് അഡ്വാൻസസ് ദ ഡെൻസിറ്റി ഓഫ് ബോൺസ് ഡിക്രീസസ്, മേക്കിംഗ് ദം വീക്കർ ആൻഡ് മോർ പ്രോൺ ടു ഫ്രാക്ചർ. Nutritious diets plays a crucial role in preventing the ഡീഗ്രഡേഷൻ ഓഫ് ബോൺസ്. അപ്പം നമ്മൾ പറഞ്ഞു കുട്ടിക്കാലത്ത് വളർച്ച നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, അതുപോലെ ഈ രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കണമെന്ന് പറഞ്ഞു. പ്രായമാകുന്നതോടുകൂടി ഇത് കഴിക്കരുതെന്നല്ല, പ്രായമാകുന്നതോടുകൂടി അസ്ഥികളുടെ സാന്ദ്രത കുറയുന്നതിന് കാരണം നമ്മൾ എന്താണ്, നമ്മുടെ എല്ലുകളൊക്കെ അങ്ങ് ഭയങ്കര ദുർബലമാകും. അങ്ങനെ പെട്ടെന്ന് ഒടിവുകളൊക്കെ ഉണ്ടാവാൻ കാരണമാകും പ്രായം ചെല്ലുന്തോറും. അത് നമുക്ക് ഈ ഫുഡ് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കാതിരിക്കുന്നത് മൂലവും ഈ പോഷകാഹാരത്തിൻ്റെ കുറവ് മൂലമൊക്കെയാണ് പ്രായമാകുമ്പോഴത്തേക്ക് നമുക്ക് എന്തോ ചെയ്യുന്നത്, ഈ എല്ലുകളുടെയൊക്കെ ബലം കുറയുന്നത്. അതിന് പ്രധാന കാരണം പ്രായമാകുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ വരും. അപ്പോൾ നമുക്ക് എല്ലാത്തരം ഫുഡുകളൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ തന്നെ നമ്മുടെ എല്ലുകളുടെ ബലം കുറയുകയും അത് ഒടിവൊക്കെ പെട്ടെന്ന് ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ രീതിയിൽ പോഷകാഹാരമൊക്കെ നല്ല രീതിയിൽ കഴിക്കുക. അത് നമ്മുടെ ബോൺ ഡെവലപ്മെൻറ്റിനെ നല്ല രീതിയിൽ, അതുപോലെ നമ്മുടെ ബോഡി ഗ്രോത്തിനെയും നല്ല രീതിയിൽ സഹായിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു, ഹൗ ഡസ് ദ ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ ഡി എഫക്റ്റ് ദ ബോഡി? അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വിറ്റാമിൻ ഡിയുടെ അളവ് കുറഞ്ഞാൽ അത് നമ്മുടെ ബോഡിയെ എങ്ങനെ ബാധിക്കും എന്നാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ എൻ്റെ ആൻസർ ഈസ് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ക്യാൻ ലീഡ് ടു ബോൺ പെയിന്, മസിൽ വീക്ക്നെസ് ആൻഡ് ബോൺ ഫ്രാക്ചർ ഇൻ ചിൽഡ്രൻ. ഇറ്റ് ക്യാൻ കോസ് റിക്കറ്റ്സ്. അതായത് ഈ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടായാൽ അത് നമ്മുടെ ബോണിന് പെയിൻ ഉണ്ടാക്കുന്നു, വേദന ഉണ്ടാക്കുന്നു, മസിലൊക്കെ വീക്കാവുന്നു, അതുപോലെ തന്നെ ബോൺ ഫ്രാക്ചർ ആകാനും, കുട്ടികളിലെ ബോൺ ഫ്രാക്ചർ ആവാനും കുട്ടികളുണ്ടാകുന്നൊരു രോഗമാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത്. അതായത് കാൽഷ്യത്തിൻ്റെ അളവ് കുറയുന്നു, വിറ്റാമിൻ ഡിയുടെ ഒക്കെ അളവ് കുറഞ്ഞിട്ട് കാൽഷ്യം ഡിപ്പോസിഷൻ കുറഞ്ഞിട്ട് ചില കുഞ്ഞുങ്ങളുടെയൊക്കെ കാലുകൾ ഇങ്ങനെ ബ്രിട്ടിൽ ഷേപ്പിൽ വളഞ്ഞൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ, കൈകാലുകൾ വളഞ്ഞിരിക്കും. അത് ഈ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുന്ന മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ്. ആ രോഗത്തിന് പറയുന്ന പേരാണ് റിക്കറ്റ്സ്. ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ്, യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ കമ്പൈൻഡ് ആക്ഷൻ ഓഫ് മസിൽസ് ആൻഡ് ബോൺസ് എനേബിൾ ബോഡി മൂവ്മെൻറ്റ്. വാട്ട് ആർ ദ അതർ ഫങ്ഷൻസ് ഓഫ് ബോൺസ്? അപ്പം നമ്മുടെ ഈ ബോൺസിൻ്റെ, അസ്ഥികളുടെയൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നതിലാണ് നല്ല രീതിയിൽ ബോഡിയുടെ മൂവ്മെൻറ്റ് സാധ്യമാകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബോണിൻ്റെ മറ്റെന്തൊക്കെ ഫങ്ഷൻസ് ആണുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതർ ഫങ്ഷൻസ് ഓഫ് ബോൺസ്. ഫസ്റ്റ് വൺ ഈസ് ഫോർമേഷൻ ഓഫ് ബ്ലഡ് സെൽസ്. ഇപ്പോൾ രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ബോൺ സഹായിക്കുന്നു. നെക്സ്റ്റ്, സ്ട്രക്ചർ ആൻഡ് സപ്പോർട്ട് ഓഫ് ദി ബോഡി. ബോഡിക്ക് സ്ട്രക്ചറും സപ്പോർട്ടും നൽകുന്നത് ബോൺസ് ആണ്. സ്റ്റോർ മിനറൽസ്, കാൽഷ്യം എക്സെട്ര. ബോണുകളാണ് മിനറൽസിനെയും കാൽഷ്യത്തിനെയും ഒക്കെ സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്നത്. പ്രൊട്ടക്റ്റ് വൈറ്റൽ ഓർഗൻസ്. നമ്മുടെ വൈറ്റൽ ഓർഗൻസ് ആയിട്ടുള്ള, നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ആയിട്ടുള്ള ഹാർട്ടിനെയും ലങ്സിനെയും എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ബോൺസ് ആണ്. അതുപോലെ തന്നെ ഹെൽപ്സ് ഇൻ ഹിയറിങ് ആൻഡ് ബ്രീത്തിങ്. നമ്മുടെ ബ്രീത്തിങ്ങിനും ഹിയറിങ്ങിനും ഈ ബോൺസ് നല്ലപോലെ സഹായിക്കുന്നുണ്ട്. ബ്രീത്തിങ്ങിന് നമ്മുടെ ലങ്സിലുള്ള റിബ്സും ഒക്കെ നല്ല രീതിയിൽ, റിബ്സിൻ്റെയൊക്കെ ഫംഗ്ഷൻ എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു. ഇവിടെയുള്ള ബോണുകൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹിയറിങ്ങിനായിട്ട് നമ്മുടെ ചെവിയിലുള്ള മാലിയസ് ഇൻകസ് ടേപ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോണുകളുണ്ട്. അവരുടെ നല്ല രീതിയിലുള്ള ചലനം നല്ല രീതിയിൽ ഹിയറിങ്ങിനും സഹായിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത പാർട്ടിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ പഠിച്ചതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോകൾ പെട്ടെന്ന് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്